ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക. ഇന്നയാളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഔ ബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മശ്അരിൽ ഹറാം വനഹവി ദാലിക, അങ്ങനെ ബൈത്തുൽ ഹറാമിന്റെയോ മശ്അറുൽ ഹറാമിന്റെയോ ഹക്ക് കൊണ്ട് എന്നൊന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു. ഇത് ലൈസ അലല്ലാഹി ഹഖുൻ, കാരണം ഒരാളോടും അല്ലാഹ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല. കണ്ടോ, ഇത് കിതാബിലില്ലേ? ഈ ഉദ്ധരണി കിതാബിലുണ്ടോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പോലും ബിഹഖിൻ നബി അല്ലെങ്കിൽ ബിഹഖി അംബിയായിക വറുസുലിക എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഖോജമാരുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടല്ലേ അവര് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത്? ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഉദ്ധരണി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലെന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെന്താ? പിന്നെ പറഞ്ഞതെന്താ? പറഞ്ഞത് ആയത്ത് ഇവരുടെയൊക്കെ കിതാബുകളിൽ നിന്ന്, അഥവാ ഇവരുടെയൊക്കെ മദ്ഹബിന്റെ പിൽക്കാലത്തുള്ള ആളുകളുടെ കിതാബുകളിൽ നിന്ന് എടുത്തുദ്ധരിച്ചിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് സഹായം ചോദിക്കണം എന്നതിന് രേഖ എന്താ? ആകെ പറഞ്ഞതിൽ പരതി നോക്കിയാൽ ഒരായത്ത്. തെളിവിന് മൗലവി ഒരായത്ത് പോരെ? മതി, ഒന്ന് മതി. ഒരു സംശയവും വേണ്ട, നമുക്ക് അധികായത്തൊന്നും വേണ്ട. പക്ഷെ തെളിവായിരിക്കണം, തൊള്ള പോരാ. പരമ്പരയിലൂടെ തെളിയിക്കപ്പെട്ടതാവണം അതിലെ ആശയം. നിങ്ങൾ പറയുന്ന പോലെയുള്ള ആശയമാ പറയുന്നത്. എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം നിർബന്ധമാണ്. തെറ്റ് ചെയ്ത പാപികൾ മുഴുവനും അവരുടെ തെറ്റ് പറ്റിപ്പോയെങ്കിൽ അത് പുറത്തു കിട്ടാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോയേ പറ്റോ. പോകാത്തവര്